ഹായ്, ഞാനിന്ന് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഡിന്നറിനും യൂസ് ചെയ്യാം, ചോറിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയണ പത്തിരി, ചപ്പാത്തി, അപ്പം ഇതിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വന്നിട്ട് പാര മീനാണ്. നെമ്മീൻ, പാര, പിന്നെ ആവോലി, ഈ മീനൊക്കെ ഈ രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായി ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഉലുവ ഇടാം. അതൊന്ന് ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് വഴറ്റണം. ഇനിയിപ്പം നമുക്ക് 4 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയും പച്ചമുളകും ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. ചേർത്തൊന്ന് എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് പൊടി ചേർക്കാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇട്ട് ഒന്ന് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റാം. എല്ലാം കൂടി ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് വെള്ളം ചേർക്കാം. നല്ല ചൂട് വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി അതും ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിലൊരു സാധനം ചേർക്കുന്നുണ്ട്. അത് അടമാങ്ങയാണ്, മാങ്ങ ഉണക്കിയത്. ഇത് ചേർത്തിട്ട് ഈ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് മാങ്ങ ഇല്ലെങ്കിൽ പുളി ചേർക്കാം, പച്ചമാങ്ങയോ പുളിയോ ചേർക്കാം. പക്ഷേ ഇത് അടമാങ്ങ ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ആ മാങ്ങയുടെ മണവും ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മാങ്ങയും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വെക്കാം. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിടലാണ്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കതിലോട്ടിടാം. മീനൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് തുറന്ന് നോക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായി നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടി തേങ്ങാപ്പാൽ ചേർക്കണം.
അതും ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പത്തിന്, പത്തിരി ഒക്കെ നല്ലതാണ് കേട്ടോ. ചോറിനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് ലൈക്കും സബ്ബും കമൻറ്റും തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.